ഉത്കണ്ഠ പിശാച് ഒരു വല്ലാത്ത പിശാചാണ്. ചിലർക്ക് എപ്പോഴും ഉത്കണ്ഠയായിരിക്കും. നിസ്സാര പ്രശ്നങ്ങളിൽ പോലും ഉത്കണ്ഠ. എന്ത് ചെയ്യും? ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയ പിള്ളേർക്ക് ആരാ ഉള്ളത്? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഉത്കണ്ഠകൾ, നിരാശ. നമുക്ക് ചെയ്യാവുന്ന ചെയ്യുക, ബാക്കി ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കണേ പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ. അതുകൊണ്ട് ഉത്കണ്ഠ പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഉത്കണ്ഠ വരും, പിന്നെ അതാണ്. എന്നാൽ ക്രമമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാവണം, ഭാവിയെക്കുറിച്ചൊരു ചിന്തയുണ്ടാവണം. അത് ഉത്കണ്ഠയായിട്ട് കിടന്ന് വിഷമിച്ച് ഉറക്കമില്ലാതെ മാനസികമായിട്ട് അസ്വസ്ഥമാക്കുന്ന തിന്മയിൽ നിന്ന് നമ്മൾ മോചനം നേടണം. കർത്താവേ, ഈ ഉത്കണ്ഠ പിശാചിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ. ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും 5ഉം 8ഉം 10ഉം പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രശ്നങ്ങളെ ശാന്തമായി അഭിമുഖീകരിക്കാൻ സ്ഥായിയായ പ്രശ്നങ്ങളുണ്ടാകാം. അതിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്യുക, ബാക്കി ദൈവത്തിന് സമർപ്പിക്കുക. ഉത്കണ്ഠയുടെ ഈ പിശാചിൻ്റെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങിൽ പൂർണ്ണമായി ആശ്രയിച്ച് സ്വർഗത്തിലെത്തുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അമിത ഉത്കണ്ഠയുള്ളവർ ഫോണിൽ വിളിക്കാൻ 9447465414. ഉത്കണ്ഠകളെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ, സൈക്കോതെറപ്പിയിലൂടെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.